വിമത കലാപം ആരംഭിച്ച ജനുവരി മുതൽ കടുത്ത മാനുഷിക പ്രതിസന്ധിയിലാണ് കോങ്കോ. രാജ്യത്തേക്കുള്ള എല്ലാ സഹായങ്ങളും നിലച്ചതോടെ കൊടും പട്ടിണിയിലേക്ക് വീണത് 21 ദശലക്ഷത്തോളം മനുഷ്യരാണ്. ഇതിനിടെ കലാപഭൂമിയിലെ കുഞ്ഞുങ്ങൾക്ക് പോഷണം എത്തിക്കാൻ മസോസോ എന്ന ബിസ്ക്കറ്റുകൾ വിതരണം ചെയ്യുകയാണ് കോങ്കോയിലെ ഒരു സന്നദ്ധ സംഘടന. ജനുവരിയിലാണ് ഗോമ നഗരം വഴി M23 എന്ന ടൂട്സി ന്യൂനപക്ഷ വിമതർ കിഴക്കൻ കോങ്കോയിൽ മുന്നേറ്റം ആരംഭിച്ചത്. രാജ്യത്തേക്ക് അന്താരാഷ്ട്ര സഹായം എത്തിയിരുന്ന വിമാനത്താവളം വിമതർ കയ്യേറിയതോടെ ഐക്യരാഷ്ട്രസഭയുടേതടക്കം എല്ലാ സഹായങ്ങളും നിലച്ചു. ഫെബ്രുവരിയിൽ തന്ത്രപ്രധാന നഗരമായ ബുക്കാവു വിമതർ പിടിച്ചെടുത്തു. അന്താരാഷ്ട്ര സഹായം നിലച്ചത് മാത്രമല്ല, വേൾഡ് ഫുഡ് പ്രോഗ്രാം ഡിപ്പോയിൽ നിന്ന് നഷ്ടപ്പെട്ട 6800 മെട്രിക് ടണ്ണിന്റെ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ രാജ്യത്ത് അവശേഷിച്ച സഹായശേഖരങ്ങൾ വിമത കലാപത്തിനിടെ കൊള്ളയടിക്കപ്പെട്ടു. ഇതോടെ ഭക്ഷണവും മരുന്നും ഇല്ലാതായി. ജനസംഖ്യയിൽ 48% കുട്ടികളും പോഷകാഹാരക്കുറവ് നേരിടുന്ന മേഖലയെ കൂടുതൽ ഗുരുതരമായ പ്രതിസന്ധിയിലേക്കാണ് ഇതെത്തിച്ചത്. ഈ സാഹചര്യത്തിലാണ് സർക്കാരിതര സന്നദ്ധ സംഘടനയായ കേശോ കോങ്കോ അവരുടെ മസോസോ എന്ന പോഷകാഹാര ബിസ്ക്കറ്റുകളുടെ ഉൽപാദനം വർദ്ധിപ്പിച്ചത്. ബുക്കാവുവിലെ ചെറിയ ഫാക്ടറിയിലെ തൊഴിലാളികൾ മാവ് കുഴച്ച് അച്ചിലുറപ്പിച്ചുണ്ടാക്കുന്ന ബിസ്ക്കറ്റിന്റെ ചേരുവകൾ ചോളവും മണിച്ചോളവും സോയയുമാണ്. ബുക്കാവുവിലെ സ്ത്രീ കർഷകരിൽ നിന്നാണ് ഈ ചേരുവകൾ ശേഖരിക്കുന്നത്. കലാപഭൂമിയിലെ കുട്ടികൾക്ക് തങ്ങളാലാവുന്ന വിധം പോഷണം ഉറപ്പാക്കാനാണ് കേശോയുടെ ഈ സംരംഭം. സംഘർഷം ആരംഭിച്ച സമയത്ത് സംഘടനയുടെ പോഷകാഹാര കേന്ദ്രങ്ങളിൽ കഞ്ഞി കുടിക്കാനാണ് കുഞ്ഞുങ്ങൾ എത്തിയിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ വെള്ളവും ബിസ്ക്കറ്റുമെങ്കിലും ഉറപ്പാക്കാനേ കേശോയ്ക്ക് കഴിയുന്നുള്ളൂ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.